മൂന്ന് ഹൃദയം ഉള്ള ജീവി ഏത്? എ. നീരാളി, ബി. ചെമ്മീൻ, സി. ജെല്ലിഫിഷ്, ഡി. ഞണ്ട്. ഉത്തരം എ. നീരാളി. കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത്? എ. മാൻ, ബി. കുറുനരി, സി. പന്നി, ഡി. ആട്. ഉത്തരം ബി. കുറുനരി. മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത്? എ. കുയിൽ, ബി. പരുന്ത്, സി. കാക്ക, ഡി. മൈന. ഉത്തരം സി. കാക്ക. സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്താണ്? എ. ചുവപ്പ്, ബി. റോസ്, സി. മഞ്ഞ, ഡി. വെളുപ്പ്. ഉത്തരം ഡി. വെളുപ്പ്. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. ജപ്പാൻ, ഡി. അമേരിക്ക. ഉത്തരം എ. ചൈന. ഏതു ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? എ. തേയില, ബി. ക്രോക്കസ്, സി. ചെമ്പരത്തി, ഡി. റോസ്. ഉത്തരം ബി. ക്രോക്കസ്. പുൽച്ചാടിയുടെ ചെവി എവിടെയാണ്? എ. കൈ, ബി. കാൽ, സി. വയർ, ഡി. തലയിൽ. ഉത്തരം വയറ്. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത്? എ. ആന, ബി. കുതിര, സി. ഹിപ്പോ, ഡി. ജിറാഫ്. ഉത്തരം ഡി. ജിറാഫ്. ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എ. വിറ്റാമിൻ ഡി, ബി. വിറ്റാമിൻ സി, സി. വിറ്റാമിൻ എ, ഡി. വിറ്റാമിൻ ബി. ഉത്തരം എ. വിറ്റാമിൻ ഡി. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേയൊരു ഗെയിം ഏതാണ്? ഉത്തരം സി. ഗോൾഫ്. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? എ. ശനി, ബി. ശുക്രൻ, സി. ബുധൻ, ഡി. ചൊവ്വ. ഉത്തരം സി. ബുധൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ്? എ. 43, ബി. 32, സി. 41, ഡി. 42. ഉത്തരം ഡി. 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? എ. രവീന്ദ്രനാഥ് ടാഗോർ, ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. കബീർ ദാസ്. ഉത്തരം ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? എ. 2005, ബി. 2007, സി. 2006, ഡി. 2008. ഉത്തരം എ. 2005. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്?
എ 1948 നവംബർ 23, ബി 1949 നവംബർ 23, സി 1948 ഒക്ടോബർ 22, ഡി 1949 നവംബർ 22. ഉത്തരം ബി 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? എ ജഹാംഗീർ, ബി ഷാജഹാൻ, സി ഔറംഗസേബ്, ഡി അക്ബർ. ഉത്തരം എ ജഹാംഗീർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? എ ലാഹോർ, ബി ബംഗാൾ, സി പഞ്ചാബ്, ഡി ഡൽഹി. ഉത്തരം ബി ബംഗാൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ അമേരിക്ക, ബി ചൈന, സി ബ്രിട്ടൻ, ഡി ഇന്ത്യ. ഉത്തരം ഡി ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏത്? എ 1965, ബി 1969, സി 1975, ഡി 1974. ഉത്തരം ബി 1969. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ അയ്യങ്കാളി, ബി ചട്ടമ്പി സ്വാമികൾ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി കുമാരഗുരുദേവൻ. ഉത്തരം എ അയ്യങ്കാളി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? എ വരയാട്, ബി പുലി, സി ആന, ഡി സിംഹം. ഉത്തരം എ വരയാട്. പെട്രോളിയം ഖനനം ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? എ മുംബൈ, ബി മധ്യപ്രദേശ്, സി കേരളം, ഡി കർണാടക. ഉത്തരം ബി മധ്യപ്രദേശ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എ 1950 ജനുവരി 24, ബി 1950 ജനുവരി 25, സി 1950 ജനുവരി 26, ഡി 1950 ജനുവരി 28. ഉത്തരം സി 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ നൈൽ നദി, ബി ആമസോൺ, സി മിസിസിപ്പി, ഡി ഗംഗ. ഉത്തരം എ നൈൽ നദി. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? എ കാർബൺ ഡയോക്സൈഡ്, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഡി നൈട്രജൻ. ഉത്തരം ഡി നൈട്രജൻ.
ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ്? എ സിംഹം, ബി എമു, സി കങ്കാരു, ഡി മുതല. ഉത്തരം സി കങ്കാരു. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? എ ന്യൂഗിനിയ, ബി ഹവായ്, സി ആൻഡമാൻ നിക്കോബാർ, ഡി ഗ്രീൻലാൻഡ്. ഉത്തരം ഡി ഗ്രീൻലാൻഡ്. ഏറ്റവും ചൂട് ഏറിയ ഭൂഖണ്ഡം ഏതാണ്? എ ആഫ്രിക്ക, ബി വടക്കേ അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ഏഷ്യ. ഉത്തരം എ ആഫ്രിക്ക. 100-ലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? എ ആട്, ബി പൂച്ച, സി ആന, ഡി സിംഹം. ഉത്തരം ബി പൂച്ച. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ പൂക്കോട് തടാകം, ബി മാനഞ്ചിറ തടാകം, സി ശാസ്താംകോട്ട തടാകം, ഡി അഷ്ടമുടി തടാകം. ഉത്തരം സി ശാസ്താംകോട്ട തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി വയനാട്, സി മലപ്പുറം, ഡി തൃശ്ശൂർ. ഉത്തരം ബി വയനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി ഡൽഹി, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം എ ഗുജറാത്ത്. ലോക തണ്ണീർത്തട ദിനം എന്ന്? എ ഫെബ്രുവരി 20, ബി ഫെബ്രുവരി 2, സി ഫെബ്രുവരി 10, ഡി ഫെബ്രുവരി 27. ഉത്തരം ബി ഫെബ്രുവരി 2. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? എ ചുവപ്പ്, ബി കിളിപ്പച്ച, സി വെളുപ്പ്, ഡി കറുപ്പ്. ഉത്തരം സി വെളുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? എ തൃശ്ശൂർ, ബി കോഴിക്കോട്, സി മലപ്പുറം, ഡി പാലക്കാട്. ഉത്തരം എ തൃശ്ശൂർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? എ തലശ്ശേരി, ബി തിരുവനന്തപുരം, സി ആലപ്പുഴ, ഡി പട്ടാമ്പി. ഉത്തരം ഡി പട്ടാമ്പി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? എ കോഴിക്കോട്, ബി പത്തനംതിട്ട, സി മലപ്പുറം, ഡി കോട്ടയം. ഉത്തരം ഡി കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ വേമ്പനാട്ടു കായൽ, ബി അഷ്ടമുടി കായൽ, സി ഊപ്പള കായൽ, ഡി കായംകുളം കായൽ. ഉത്തരം എ വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി കോഴിക്കോട്, സി മലപ്പുറം,
ഡി എറണാകുളം. ഉത്തരം എ ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി മലപ്പുറം, സി എറണാകുളം, ഡി കോഴിക്കോട്. ഉത്തരം സി എറണാകുളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത്? എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കാസർഗോഡ്, ഡി പത്തനംതിട്ട. ഉത്തരം സി കാസർഗോഡ്. ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏത്? എ കോഴിക്കോട്, ബി മലപ്പുറം, സി എറണാകുളം, ഡി വയനാട്. ഉത്തരം ഡി വയനാട്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? എ നെയ്യാർ, ബി കരമനയാർ, സി പെരിയാർ, ഡി ചാലിയാർ. ഉത്തരം എ നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരം ഏറിയ പർവ്വതനിര ഏത്? എ ഹിമാചൽ, ബി ഹിമാദ്രി, സി സിവാലിക്, ഡി ട്രാൻസ് ഹിമാലയൻ. ഉത്തരം ബി ഹിമാദ്രി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? എ കാവേരി, ബി കൃഷ്ണ, സി നർമ്മദ, ഡി താപ്തി. ഉത്തരം എ കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? എ മണിപ്പൂർ, ബി പഞ്ചാബ്, സി ആസാം, ഡി ഒറീസ. ഉത്തരം സി ആസാം. കേരളത്തിലെ നിത്യഹരിതവനങ്ങൾ ആയ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി പാലക്കാട്, സി ഇടുക്കി, ഡി വയനാട്. ഉത്തരം എ വയനാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? എ കെ എം പണിക്കർ, ബി കെ എൻ പണിക്കർ, സി സി വി രാമൻപിള്ള, ഡി അപ്പൻ തമ്പുരാൻ. ഉത്തരം കെ എം പണിക്കർ. 2024 ജി ഉച്ചകോടി വേദി എവിടെയായിരുന്നു? എ ബ്രസീൽ, ബി ഖത്തർ, സി ഇന്ത്യ, ഡി യൂറോപ്പ്. ഉത്തരം എ ബ്രസീൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി പശ്ചിമ ബംഗാൾ, സി മഹാരാഷ്ട്ര, ഡി ഉത്തർപ്രദേശ്. ഉത്തരം ബി പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ പാലക്കാട്, ബി ആലപ്പുഴ, സി ഇടുക്കി, ഡി തിരുവനന്തപുരം. ഉത്തരം സി ഇടുക്കി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? എ SBI, ബി ഫെഡറൽ ബാങ്ക്, സി യൂണിയൻ ബാങ്ക്, ഡി റിസർവ് ബാങ്ക്.
ഉത്തരം ഡി റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ 2005, ബി 2006, സി 2008, ഡി 2003. ഉത്തരം എ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? എ വൈ ചന്ദ്രചൂഡ്, ബി രംഗനാഥ് മിശ്ര, സി കെ ബാലകൃഷ്ണൻ, ഡി ജെ വർമ്മ. ഉത്തരം ബി രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? എ അനുച്ഛേദം 24, ബി അനുച്ഛേദം 21, സി അനുച്ഛേദം 16, ഡി അനുച്ഛേദം 23. ഉത്തരം എ അനുച്ഛേദം 24. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? എ നാനാ സാഹിബ്, ബി ബഹദൂർ ഷാ രണ്ടാമൻ, സി ഔറംഗസേബ്, ഡി റാണി ലക്ഷ്മിബായി. ഉത്തരം ബി ബഹദൂർ ഷാ രണ്ടാമൻ. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എ ദാദാഭായ് നവറോജി, ബി രമേശ് ചന്ദ്ര ദത്ത്, സി ഗോപാലകൃഷ്ണ ഗോഖലെ, സി മഹാത്മാഗാന്ധി. ഉത്തരം എ ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, സി രാജേന്ദ്ര പ്രസാദ്, ഡി സച്ചിദാനന്ദ സിൻഹ. ഉത്തരം എ ജവഹർലാൽ നെഹ്റു. വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? എ മൂങ്ങ, ബി പ്രാവ്, സി കൊക്ക്, ഡി ഒട്ടകപ്പക്ഷി. ഉത്തരം എ മൂങ്ങ. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് ഏതു പക്ഷിയാണ്? എ ഒട്ടകപ്പക്ഷി, ബി എമു, സി ബുൾടീറ്റ്, ഡി കൊക്ക്. ഉത്തരം ബി എമു. പാലുൽപാദന ശേഷിയുള്ള പക്ഷി ഏത്? എ ഒട്ടകപ്പക്ഷി, ബി കഴുകൻ, സി പ്രാവ്, ഡി മയിൽ. ഉത്തരം സി പ്രാവ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത്? എ അരിപ്പ പക്ഷി സങ്കേതം, ബി കടലുണ്ടി പക്ഷി സങ്കേതം, സി മംഗലവനം, ഡി തട്ടേക്കാട്. ഉത്തരം ഡി തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത്? എ അരിപ്പ പക്ഷി സങ്കേതം, ബി കടലുണ്ടി പക്ഷി സങ്കേതം, സി മംഗലവനം, ഡി തട്ടേക്കാട്. ഉത്തരം ഡി തട്ടേക്കാട്. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത്? എ മണ്ണിര, ബി നായ, സി പശു, ഡി പോത്ത്. ഉത്തരം എ മണ്ണിര. കണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്ത്? എ പച്ച, ബി നീല, സി ചുവപ്പ്, ഡി റോസ്.
ഉത്തരം എ പച്ച. കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത്? എ ആന, ബി ജിറാഫ്, സി പശു, ഡി ഒട്ടകം. ഉത്തരം ഡി ഒട്ടകം. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? എ നർമ്മദ, ബി കൃഷ്ണ, സി ഗോദാവരി, ഡി മഹാനദി. ഉത്തരം സി ഗോദാവരി. പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഏത് നഗരത്തിലൂടെയാണ്? എ ഗ്രീൻവിച്ച്, ബി ന്യൂയോർക്ക്, സി ലണ്ടൻ, ഡി പാരീസ്. ഉത്തരം എ ഗ്രീൻവിച്ച്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ ഇ എസ് നമ്പൂതിരിപ്പാട്, ബി ശ്രീകൃഷ്ണ വാര്യർ, സി കംപ്ലത്ത് ഗോവിന്ദൻ നായർ, ഡി കെ രാമകൃഷ്ണപിള്ള. ഉത്തരം എ ഇ എം എസ് നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? എ കോഴിക്കോട്, ബി തൃശൂർ, സി കൊൽക്കത്ത, ഡി പത്തനംതിട്ട. ഉത്തരം എ കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ആസാം, ബി ബീഹാർ, സി ഗുജറാത്ത്, ഡി കർണാടക. ഉത്തരം ബി ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? എ 210, ബി 100, സി 107, ഡി 150. ഉത്തരം 107. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? എ ആദിത്യ L1, ബി ശുക്രയാൻ, സി മംഗൾയാൻ, ഡി ഗഗൻയാൻ. ഉത്തരം എ ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? എ തലയോട്, ബി വിരൽ, സി ചെവി, ഡി നട്ടെല്ല്. ഉത്തരം സി ചെവി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ ഇടുക്കി, ബി പീച്ചി, സി മലമ്പുഴ, ഡി വയനാട്. ഉത്തരം ബി പീച്ചി. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? എ വർക്കി മന്നത്ത്, ബി സണ്ണി എബ്രഹാം, സി ജോയ് സെബാസ്റ്റ്യൻ, ഡി അരുൺ അലോഷ്യസ്. ഉത്തരം ഡി അരുൺ അലോഷ്യസ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? എ വയനാട്, ബി ഇടുക്കി, സി പെരിയാർ, ഡി പറമ്പിക്കുളം. ഉത്തരം സി പെരിയാർ. താഴെ പറയുന്നതിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത്? എ ആലപ്പുഴ, ബി പത്തനംതിട്ട, സി കൊല്ലം, ഡി കണ്ണൂർ. ഉത്തരം ബി പത്തനംതിട്ട. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്?
എ 2023 ആഗസ്റ്റ് 23, ബി 2023 ജൂലൈ 14, സി 2023 ഒക്ടോബർ 23, ഡി 2023 ആഗസ്റ്റ് 5. ഉത്തരം എ 2023 ആഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? എ സേതു, ബി പി വത്സല്യ, സി എസ് കെ വസന്തൻ, ഡി പി സച്ചിദാനന്ദൻ. ഉത്തരം സി എസ് കെ വസന്തൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആര്? എ രോഹിത് ശർമ്മ, ബി സച്ചിൻ, സി സുനിൽ, ഡി വിരാട് കോഹ്ലി. ഉത്തരം ഡി വിരാട് കോഹ്ലി. ഖാരിഫ് വിള ഏതാണ്? എ ഗോതമ്പ്, ബി കടുക്, സി നെല്ല്, ഡി പയറുവർഗ്ഗങ്ങൾ. ഉത്തരം സി നെല്ല്. ISRO സ്ഥാപിതമായ വർഷം ഏത്? എ 1962, ബി 1965, സി 1975, ഡി 1969. ഉത്തരം ഡി 1969. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങൾ ആണ്. ഈ വാക്കുകൾ ആരുടേതാണ്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി MS സ്വാമിനാഥൻ, സി ജവഹർലാൽ നെഹ്റു, ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം സി ജവഹർലാൽ നെഹ്റു. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏത്? എ നീല, ബി ഓറഞ്ച്, സി വയലറ്റ്, ഡി ചുവപ്പ്. ഉത്തരം ഡി ചുവപ്പ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധാരണഗതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയം എത്ര? എ 30 ദിവസം, ബി 12 ദിവസം, സി 21 ദിവസം, ഡി 10 ദിവസം. ഉത്തരം സി 21 ദിവസം. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ അമേരിക്ക, ബി ചൈന, സി ഇന്ത്യ, ഡി ബ്രിട്ടൻ. ഉത്തരം സി ബ്രിട്ടൻ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് പരസ്യപ്രചരണം നിർത്തുന്നു? എ 48 മണിക്കൂർ, ബി 24 മണിക്കൂർ, സി 72 മണിക്കൂർ, ഡി 10 മണിക്കൂർ. ഉത്തരം എ 48 മണിക്കൂർ. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? എ ആപ്പിൾ, ബി കൈതച്ചക്ക, സി സ്ട്രോബെറി, ഡി ഓറഞ്ച്. ഉത്തരം ബി കൈതച്ചക്ക. ഒളിമ്പിക്സ് പതാകയിലെ 5 വളയങ്ങളിൽ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? എ ഏഷ്യ, ബി യൂറോപ്പ്, സി ഓസ്ട്രേലിയ, ഡി ആഫ്രിക്ക. ഉത്തരം എ ഏഷ്യ. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി ഗോവ, സി കേരളം, ഡി മഹാരാഷ്ട്ര. ഉത്തരം ബി ഗോവ.
ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത് എന്ന്? എ 1900, ബി 1869, സി 1896, ഡി 2000. ഉത്തരം സി 1896. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഡി ഒന്നാം വട്ടമേശ സമ്മേളനം. ഉത്തരം എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ സിവിൽ നിയമലംഘനം, ബി നിസ്സഹകരണ സമരം, സി ഉപ്പ് സത്യാഗ്രഹം, ഡി പൂർണ്ണ സ്വരാജ്. ഉത്തരം ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? എ റാഷ് ബിഹാരി ബോസ്, ബി ജയപ്രകാശ് നാരായണ, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ലാൽ ലജ്പത് റായ്. ഉത്തരം സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? എ വാഞ്ചി അയ്യർ, ബി അരുണ ആസിഫ് അലി, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഉത്തരം ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? എ ഡബ്ല്യു സി ബാനർജി, ബി ബാലഗംഗാധര തിലക്, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ബി ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? എ 44-ാം ഭരണഘടനാ ഭേദഗതി, ബി 42-ാം ഭരണഘടനാ ഭേദഗതി, സി 52-ാം ഭരണഘടനാ ഭേദഗതി, ഡി 54-ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം എ 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? എ സുപ്രീം കോടതി, ബി ജില്ലാ കോടതി, സി ഹൈക്കോടതി, ഡി മജിസ്ട്രേറ്റ് കോടതി. ഉത്തരം സി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എ ജവഹർലാൽ നെഹ്റു, ബി ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ബി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ ബ്രിട്ടൻ, ബി ദക്ഷിണാഫ്രിക്ക, സി ഇന്ത്യ, ഡി ഫ്രാൻസ്. ഉത്തരം സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ പരമാധികാരം, ബി മൗലിക അവകാശങ്ങൾ, സി സ്ഥിതി സമത്വം, ഡി റിപ്പബ്ലിക്.
ഉത്തരം ബി. മൗലിക അവകാശങ്ങൾ. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ. ശ്രീനാരായണ ഗുരു, ബി. കെ. കേളപ്പൻ, സി. സഹോദരൻ അയ്യപ്പൻ, ഡി. അയ്യങ്കാളി. ഉത്തരം എ. ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? എ. നരേന്ദ്രൻ, ബി. നാണു, സി. കുമാരഗുരുദേവൻ, ഡി. അയ്യപ്പൻ. ഉത്തരം ഡി. അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? എ. അൽബുക്കർക്ക്, ബി. ജവഹർലാൽ നെഹ്റു, സി. തോമസ് ഹാർവേ ബാബർ, ഡി. റാൽഫ് ഫിച്ച്. ഉത്തരം സി. തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ പോണ്ടൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. പുന്നപ്ര വയലാർ സമരം, ബി. ആറ്റിങ്ങൽ കലാപം, സി. നിവർത്തന പ്രക്ഷോഭം, ഡി. മലബാർ കലാപം. ഉത്തരം എ. പുന്നപ്ര വയലാർ സമരം. ഉത്തരാന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? എ. ഒഡീഷ, ബി. രാജസ്ഥാൻ, സി. ഗുജറാത്ത്, ഡി. ത്രിപുര. ഉത്തരം എ. ഒഡീഷ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? എ. തിരുവനന്തപുരം, ബി. തൃശൂർ, സി. പാലക്കാട്, ഡി. വയനാട്. ഉത്തരം ബി. തൃശൂർ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? എ. മഴക്കാടുകൾ, ബി. സമുദ്രങ്ങൾ, സി. ഹിമാലയ പർവ്വതനിര, ഡി. മരുഭൂമികൾ. ഉത്തരം എ. മഴക്കാടുകൾ. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യപരമായ കൊഴുപ്പ് ആയി കണക്കാക്കുന്നത്? എ. അമിനോ കൊഴുപ്പ്, ബി. സി. ട്രാൻസ് കൊഴുപ്പ്, ഡി. ഇവയൊക്കെ. ഉത്തരം സി. ട്രാൻസ് കൊഴുപ്പ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? എ. ചൈന, ബി. ഇന്ത്യ, സി. അമേരിക്ക, ഡി. സ്വിറ്റ്സർലാൻഡ്. ഉത്തരം ഡി. സ്വിറ്റ്സർലാൻഡ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? എ. അലുമിനിയം, ബി. സിങ്ക്, സി. ഇരുമ്പ്, ഡി. ചെമ്പ്. ഉത്തരം ബി. സിങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? എ. ബാംഗ്ലൂർ, ബി. മുംബൈ, സി. പൂനെ, ഡി. ഡൽഹി. ഉത്തരം എ. ബാംഗ്ലൂർ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? എ. 1969, ബി. 1980, സി. 1973, ഡി. 2000. ഉത്തരം സി. 1973.
മലയാളം വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? എ. നരേന്ദ്രനാഥ്, ബി. പ്രിയ എസ്, സി. സിപ്പി പള്ളിപ്പുറം, ഡി. ശ്രീനാരായണ ഗുരു. ഉത്തരം ബി. പ്രിയ എസ്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന രീതികൾക്കുള്ളിൽ രേഖപ്പെടുത്തണം. എ. 60 ദിവസം, ബി. 90 ദിവസം, സി. 30 ദിവസം, ഡി. 1 ദിവസം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന രീതിക്കുള്ളിൽ രേഖപ്പെടുത്തണം. എത്ര ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തേണ്ടത്? ഉത്തരം സി. 30 ദിവസം. സ്വന്തം ശരീരം മുഴുവനായി തിന്നു തീർക്കുന്ന ജീവി ഏത്? എ. ചേര, ബി. മുതല, സി. എലി, ഡി. തവള. ഉത്തരം എ. ചേര. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ഇന്ത്യ, സി. ചൈന, ഡി. ജപ്പാൻ. ഉത്തരം ബി. ഇന്ത്യ. കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത്? എ. കണ്ണൂർ, ബി. കോഴിക്കോട്, സി. കാസർഗോഡ്, ഡി. വയനാട്. ഉത്തരം സി. കാസർഗോഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? എ. ഗുജറാത്ത്, ബി. രാജസ്ഥാൻ, സി. ഡൽഹി, ഡി. ആന്ധ്രാപ്രദേശ്. ഉത്തരം എ. ഗുജറാത്ത്. ലോക തണ്ണീർത്തട ദിനം എന്ന്? എ. ഫെബ്രുവരി 20, ബി. ഫെബ്രുവരി 2, സി. ഫെബ്രുവരി 10, ഡി. ഫെബ്രുവരി 27. ഉത്തരം ബി. ഫെബ്രുവരി 2. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? എ. ചുവപ്പ്, ബി. കിളിപ്പച്ച, സി. വെളുപ്പ്, ഡി. കറുപ്പ്. ഉത്തരം സി. വെളുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? എ. തൃശൂർ, ബി. കോഴിക്കോട്, സി. മലപ്പുറം, ഡി. പാലക്കാട്. ഉത്തരം എ. തൃശൂർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? എ. തലശ്ശേരി, ബി. തിരുവനന്തപുരം, സി. ആലപ്പുഴ, ഡി. പട്ടാമ്പി. ഉത്തരം ഡി. പട്ടാമ്പി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? എ. കോഴിക്കോട്, ബി. പത്തനംതിട്ട, സി. മലപ്പുറം, ഡി. കോട്ടയം. ഉത്തരം ഡി. കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ. വേമ്പനാട്ടുകായൽ, ബി. അഷ്ടമുടിക്കായൽ, സി. ഊപ്പളക്കായൽ, ഡി. കായംകുളം കായൽ.
ഉത്തരം എ വേമ്പനാട്ടുകായൽ.